4 വർഷം മുമ്പാണ് നടൻ ജഗദീഷിന് തന്റെ ഭാര്യയെ നഷ്ടപ്പെടുന്നത്. ഏറെക്കാലമായി അസുഖബാധിതയും കിടപ്പിലുമൊക്കെയായിരുന്ന രമ മരണത്തിലേക്ക് പോയത് അദ്ദേഹം പക്വതയോടെയാണ് ഉൾക്കൊണ്ടതും പിന്നീടുള്ള ജീവിതം നിരാശയിലേക്ക് വീഴാതെ മനോഹരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ആരോഗ്യപരമായ ശ്രദ്ധ തന്നെയാണ് അദ്ദേഹത്തെ അതിന് പ്രാപ്തനാക്കുന്നത്. കോളേജ് അധ്യാപക ജോലി ഉപേക്ഷിച്ച് അഭിനയിക്കാനിറങ്ങിയ ജഗദീഷിന് കുടുംബത്തിൻ്റെയോ മക്കളുടെയോ യാതൊരു ഉത്തരവാദിത്തങ്ങളോ ഭാരങ്ങളോ നൽകാതെ എല്ലാം സ്വയം ഏറ്റെടുത്ത സ്ത്രീയായിരുന്നു രമ. 2 പെൺമക്കളെ വളർത്തി പഠിപ്പിച്ച് മെഡിക്കൽ രംഗത്തെത്തിച്ച് നല്ലൊരു ജീവിതം അവർക്കു നൽകിയതിനൊപ്പം സ്വന്തം കരിയറിലും നേട്ടങ്ങൾ കൊയ്തെടുത്ത രമ തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലും മിടുക്ക് തെളിയിച്ചിരുന്നു. എന്നാൽ ഒരു ചിക്കൻ പോക്സ് രോഗിയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനിടെ സംഭവിച്ച ചില കാര്യങ്ങളാണ് രമയെ ഒരു മാറാ രോഗിയാക്കി മാറ്റിയതും അത് മരണത്തിലേക്ക് എത്തിച്ചതും. രമയുടെ വേർപാടിന് ശേഷമാണ് ജഗദീഷിന്റെ കുടുംബത്തെക്കുറിച്ച് മലയാളികൾ കൂടുതൽ അറിഞ്ഞത്. ഇപ്പോൾ സിനിമാ ജീവിതത്തിൽ മികച്ച കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധ നേടുന്ന ജഗദീഷിന്റെ ഏറ്റവും വലിയ വിമർശകർ പെൺമക്കൾ തന്നെയാണ്. മൂത്ത മകൾ ഡോക്ടറായ രമ്യ ജഗദീഷ് ഫാർമക്കോളജി സ്പെഷ്യലിസ്റ്റാണ്. രമ്യ ഇപ്പോൾ ചെന്നൈയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. പേരൂർക്കട ഗവൺമെന്റ് മെന്റൽ ഹോസ്പിറ്റലിൽ സൈക്യാട്രിസ്റ്റാണ് ഇളയ മകളായ സൗമ്യ ജഗദീഷ്. അച്ഛന്റെ പ്രകടനങ്ങളെ വളരെ നിഷ്പക്ഷമായും സത്യസന്ധമായും വിലയിരുത്തുന്ന ഒരാളാണ് സൗമ്യ. അഭിനയം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തുറന്നു പറയും. എന്നാൽ അച്ഛന്റെ പുതിയ സിനിമ കണ്ട് കണ്ണു നിറഞ്ഞുവെന്നാണ് സൗമ്യ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഒരച്ഛനെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരമായാണ് ജഗദീഷ് അതെടുത്തതും. പ്രവീൺ പണിക്കരാണ് സൗമ്യയുടെ ഭർത്താവ്. KS നരേന്ദ്രൻ നായർ എന്നാണ് മൂത്ത മരുമകന്റെ പേര്. കാർത്തിക, കാർത്തിക്, അപ്പുണ്ണി, പ്രാർത്ഥന എന്നിങ്ങനെയാണ് പേരക്കുട്ടികളുടെ പേര്. അടുത്തിടെയാണ് ജഗദീഷ് 4ാമതും അപ്പൂപ്പനായത്. രമയുടെ മരണവേളയിൽ കയ്യിൽ പൂക്കളുമായി അമ്മമ്മയെ കാണാൻ വന്ന പേരക്കുട്ടി അപ്പുണ്ണിയുടെ കണ്ണുനിറഞ്ഞുള്ള യാത്ര പറച്ചിൽ മലയാളികളെയും ഏറെ വേദനിപ്പിച്ചിരുന്നു. അറിയപ്പെടുന്ന ഫോറൻസിക് വിദഗ്ധയായിരുന്ന രമ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവിയായിരുന്നു. ദാമ്പത്യ ജീവിതത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് ജഗദീഷിനെ പൂർണ്ണമായും അഭിനയ മേഖലയിലേക്ക് വിഹരിക്കുവാൻ രമ അനുവദിച്ചിരുന്നു. ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ പ്രശസ്തിയും താരപ്രൗഢിയുമൊന്നും രമയെയും മക്കളെയും മോഹിപ്പിച്ചിരുന്നില്ല. വളരെ വിരളമായി മാത്രമേ പൊതുവേദികളിൽ പോലും രമ വന്നിരുന്നുള്ളൂ. 1, 2, 3 തവണ മാത്രം. അതുമാത്രമല്ല, മക്കളുടെ കാര്യങ്ങളോ അവരുടെ പഠനത്തിന്റെ ഉത്തരവാദിത്തങ്ങളോ ഒന്നും തന്നെ ജഗദീഷിന് ഏറ്റെടുക്കേണ്ടി വന്നിരുന്നില്ല. സ്വന്തം പ്രൊഫഷനിൽ അങ്ങേയറ്റം ആത്മാർത്ഥത പുലർത്തുന്നതിനൊപ്പം 2 പെൺമക്കളെയും പഠിപ്പിച്ച് ഡോക്ടർമാരാക്കിയതും ഭാര്യ രമ തന്നെയായിരുന്നു. സ്വകാര്യ ആശുപത്രികളിൽ ഉയർന്ന ശമ്പളം കിട്ടുമായിരുന്നിട്ടും ഗവൺമെന്റ് സർവീസിലേക്ക് 2 പെൺമക്കളും തിരിഞ്ഞത് രമ അവരെ വളർത്തിയതിന്റെ ഗുണമാണെന്നാണ് ജഗദീഷിന്റെ പക്ഷം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.